ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം. അപ്പൊ അങ്ങനെ ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചത് അങ്ങനെ ബാർബി ആണെന്നുണ്ടെങ്കിൽ പ്രീതിയെടുത്ത് ചോദിക്കുന്നുണ്ട്, മനോരമ ആന്റി കണ്ടുപിടിക്കാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടോ, അവിടെ പോയി ഒളിക്കാനാണ് എന്ന് പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, ആ മനോരമ ആന്റി പെട്ടെന്ന് വരാത്തൊരു സ്ഥലമുണ്ട്, കിച്ചന്റെ ഏരിയ, അവിടെ പോയി ഒളിച്ചിരുന്ന മനോരമ ആന്റി പെട്ടെന്ന് കണ്ടുപിടിക്കില്ല, ആ ഗുഡ് ഐഡിയ എന്ന് പറഞ്ഞിട്ട് ബാർബി അങ്ങോട്ട് പോകുന്ന പോലെ അഭിനയിക്കുകയാണ്. ശേഷം പ്രീതി ആണെങ്കിൽ തുണി മടക്കാൻ വേണ്ടി മുകളിലേക്ക് പോകുക കേട്ടോ. അങ്ങനെ തുണി മടക്കുന്ന സമയത്ത് പ്രീതിക്ക് തോന്നുന്നുണ്ട് ആരോ പുറകെ നിൽക്കുന്ന പോലെ. പ്രീതി നോക്കും, പക്ഷെ ആരെയും കാണുന്നില്ല കേട്ടോ. അങ്ങനെ പ്രീതി അവിടെ നിന്ന് മാറുന്ന സമയത്ത് ബാർബി എന്താ ചെയ്യാന്ന് വെച്ചാൽ, പ്രീതിയുടെയും ആകാശിന്റെ ആ ഒരു വലിയൊരു കബോർഡ് ഉണ്ട്, ആ കബോർഡ് തുറന്ന് അതിന്റെ ഉള്ളിലേക്ക് കയറിയതിനു ശേഷം തുണികൾ വെച്ച് മറച്ചു വെക്കുവാണ്. അതായത് ബാർബി അവിടെ ഉണ്ടെന്ന് ആരും കാണരുത്, അറിയരുത്, അതിനു വേണ്ടി അങ്ങനെ മറച്ചു വെച്ചിട്ട് അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ മനോരമ ഒരുപാട് സ്ഥലത്ത് അന്വേഷിക്കുന്നുണ്ട്, ബാർബി മോളെ, ബാർബി ബാർബി എവിടെ പോയി, ബാർബി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അന്വേഷിക്കുമ്പോൾ ബാർബിനെ കാണുന്നില്ല. അയ്യോ അമ്മേ, ബാർബിനെ കാണുന്നില്ല, ഞങ്ങൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുമായിരുന്നു. എന്ത് കളി? ഒളിച്ചു കളിയമ്മേ. എന്നിട്ട് അവള് എവിടെയോ പോയി ഒളിച്ചു. ഇപ്പൊ ഞാൻ ഒരുപാട് പ്രാവശ്യം അന്വേഷിക്കുന്നത് കാണുന്നില്ല. അവൾ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി എവിടെയും ഒളിച്ചു നിൽക്കായിരിക്കും. ഇല്ല അമ്മേ, ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു, ഇതിപ്പോ ഒരുപാട് നേരമായി എന്ന് പറയാണ്. അപ്പോഴേക്ക് അഞ്ജലി വരുന്നുണ്ട്. എന്താ മുത്തശ്ശി, എന്താ കാര്യം ചോദിക്കുമ്പോ ബാർബി മോളും അതുപോലെ തന്നെ മനോരമയും കൂടി ഹൈഡ് ആൻഡ് സീക്ക് കളിക്കായിരുന്നു അത്രേ. ബാർബി മോളായിരുന്നു ഒളിച്ചത്. മനോരമ എണ്ണിക്കഴിഞ്ഞിട്ട് ബാർബിനെ കാണുന്നില്ല, ഇത്ര സമയമായിട്ട് ബാർബിനെ കാണുന്നില്ല, അവളെവിടെയെങ്കിലും ഒളിച്ചു നിൽക്കുന്നുണ്ടാവുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവരെല്ലാരും കൂടെ അവിടെ തപ്പുവാണ്. അവിടെ എവിടെയും തന്നെ കാണുന്നില്ല കേട്ടോ. ഈശ്വരാ, ഈ ബാർബി മോളിൽ എവിടെ പോയി? ഇപ്പൊ സമയം ഒരുപാടായി, ഉച്ചയാവാനായി കേട്ടോ. അങ്ങനെ മുത്തശ്ശി പറഞ്ഞിട്ട് അവള് പുറത്തു പോകാൻ ചാൻസ് ഇല്ല, കാരണം ഇവിടെ ഒന്നും അവൾക്ക് അറിയാത്ത സ്ഥലമുണ്ട്, അവൾക്ക് പുറത്തു പോകാൻ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ അഞ്ജലി പറഞ്ഞിട്ട്, ഈശ്വരൻ ഇനിയിപ്പൊ എവിടെ പോയി കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ അന്വേഷിക്കുകയാണ്, ചെടികളുടെ ഇടയിലൊക്കെ അന്വേഷിക്കുന്നുണ്ട്, അവിടെ ഒന്നും തന്നെ കാണുന്നില്ല. എല്ലാവർക്കും ആകെ പേടിയാവാ കേട്ടോ. ഒന്ന് നോക്ക്, ശരിക്കും നോക്ക്, വല്ല കബോർഡിലോ അലമാരുടെ ഇടയിലോ കട്ടിലിന്റെ അടിയിലോ എവിടെയെങ്കിലൊക്കെ നോക്കെന്ന് പറയണം. അങ്ങനെ എല്ലാ കട്ടിലിന്റെ അടിയിൽ നോക്കുന്നുണ്ട്, അവിടെ ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമ്മുടെ പ്രീതി വരുന്നുണ്ട്. അല്ല എന്താ, എന്ത് പറ്റിയും ചോദിക്കുമ്പോഴേക്കും, അല്ല ബാർബി ഒളിച്ചു നിന്നിട്ട് ഇതുവരെ തിരിച്ച് കണ്ടില്ല, കുറെ നേരമായി എന്ന് പറയുമ്പോ പ്രീതി പറഞ്ഞു, അതാണ് കാര്യം, ബാർബി എന്നോട് ചോദിച്ചായിരുന്നു എവിടെയായി പോയി ഒളിക്കേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു കിച്ചണിൽ പോയി ഒളിക്കാൻ വേണ്ടി. അവള് കിച്ചണിലുണ്ട്. ആഹാ, അവള് കിച്ചണിലുണ്ടോ? ബാർബി മോളെ, ബാർബി എന്ന് പറഞ്ഞിട്ട് അഞ്ജലി കിച്ചണിലേക്ക് പോകുമ്പോ അവിടെ കാണുന്നില്ല കേട്ടോ. അവൾ ഇവിടെ ഇങ്ങോട്ട് വന്നത് ഞാൻ കണ്ടതാണെന്ന് പ്രീതി പറയാണോ. ഓഹോ, അപ്പൊ നീയാണ് അവസാനം അവളെ കണ്ടിരിക്കണതല്ലേ, സത്യം പാടി ഞങ്ങളുടെ കുഞ്ഞു ഒഴിയടി എന്ന് ചോദിക്കുകയാണ്. അയ്യോ, അവൾ ഇവിടെ ഒളിച്ചു നിന്നതാണ്, പിന്നെ എനിക്ക് അറിയില്ലെന്നൊക്കെ പറയാണ്. അമ്മേ, ഇവൾക്ക് എന്തൊക്കെയോ അറിയാം എന്ന് മനോരമ പറയാനായിട്ട്. മനോരമ നീ ഒന്നും മിണ്ടാതിരിക്കുക, എല്ലായിടത്തും നോക്ക്, നീ നിന്റെ റൂമിലും, അഞ്ജലി അഞ്ജലി നിന്റെ റൂമിലും, പ്രീതി നീ നിന്റെ റൂമിലൊക്കെ നോക്കാൻ പറയണം. അങ്ങനെ എല്ലാവരും റൂമുകളൊക്കെ തുറന്നു പിടിച്ചൊക്കെ നോക്കുകയാണ്. അപ്പൊ ആരുടെ റൂമിലില്ല. അങ്ങനെ അവസാനം പ്രീതിയുടെ റൂം തുറന്നു നോക്കുമ്പോഴേക്ക് കബോർഡിന്റെ ഉള്ളില് ഇരിക്കുക കേട്ടോ നമ്മുടെ ബാർബി. പക്ഷെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. കാരണം വെച്ചാല് തല കറങ്ങി വീണ് ചുറ്റി വീണ പോലെയൊക്കെ അങ്ങനെ കിടക്കുകയാണ്. അത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഷോക്കാണ്. അയ്യോ മോളെ, ബാർബി ബാർബി എഴുന്നേക്ക് മോളെ എന്നൊക്കെ പറയുമ്പോഴേക്കും ബാർബി കണ്ണ് തുറക്കുന്നേ ഇല്ല കേട്ടോ. അത് കാണുമ്പോൾ മനോരമ പറയണ്ട, എല്ലാത്തിനും കാരണം ഇവളാണ്, ഈ പ്രീതി മനഃപൂർവ്വം വാതിലടച്ചാണ് നമ്മുടെ ബാർബി മോളെ കൊല്ലാനായിട്ട്. അനാവശ്യം പറയരുത് എന്ന് മുത്തശ്ശി പറയണ. അമ്മേ, ഞാൻ പറഞ്ഞ സത്യമാണെന്ന് പറയുമ്പോൾ അഞ്ജലി പറയണ്ട, നോക്കും, ബാർബിനെ ആരും ദ്രോഹിക്കാൻ വേണ്ടി മനഃപൂർവ്വം അങ്ങനെയൊന്നും ചെയ്യില്ല. കൊച്ചു ചിലപ്പോ അലമാരിന്റെ ഒളിച്ചു നിന്നിട്ടുണ്ടാവായിരിക്കാം, പ്രീതി അത് ശ്രദ്ധിക്കാതെ അലമാര അടച്ചിട്ടുണ്ടാവും, അത്രയൊക്കെ സംഭവിച്ചത്. എന്തായാലും മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഡോക്ടറെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ വിളിക്കുകയാണ്. ഡോക്ടർ വന്നിട്ട് പരിശോധിച്ചിട്ട് പറയുന്നുണ്ട്, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, ആളൊരു ടെൻഷനായി പോയിട്ടുണ്ടാവായിരിക്കും, അതുകൊണ്ടായിരിക്കും ബോധം പോയത്, വേറെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷമാണെങ്കിൽ ബാർബിക്ക് ബോധം വരുമ്പോഴേക്കും മനോരമ ചോദിക്കുന്നുണ്ട്, മോളെ എങ്ങനെയൊക്കെ അതിന്റെ അകത്തേക്ക് പോയെന്ന് ചോദിക്കുമ്പോ, അതോ ഈ പ്രീതി ആന്റി എന്നോട് പറഞ്ഞത് കബോർഡിന്റെ ഉള്ളിൽ കയറി ഒളിക്കാണ്ട്, ഞാൻ കബോർഡിന്റെ ഉള്ളിൽ കയറി ഒളിച്ചത് പ്രീതി ആന്റി വാതിലടച്ചു കളഞ്ഞു, എന്തൊക്കെയാ മോളി പറയണതെന്ന് പറഞ്ഞ് പ്രീതി കരയാണ്. കണ്ടില്ലേമേ, ഇപ്പൊ കണ്ടില്ലേമേ എന്ന് പറയുമ്പോ അഞ്ജലി ചോദിക്കണ്ട്, ബാർബി സത്യം പറ ബാർബി, എന്തിനാ ബാർബി ഇങ്ങനെ കള്ളം പറഞ്ഞത്? പിള്ളേര് കള്ളം പറഞ്ഞ് പഠിച്ചൂടട്ടോ, സത്യം ആന്റി ഞാൻ പറയണത്, ഈ പ്രീതി ആന്റി മനഃപൂർവ്വം എന്നോടിട്ട് ഒളിപ്പിക്കായിരുന്നു, പിന്നെ ബാർബിക്ക് വിഷമം ഉണ്ടാച്ചു, പിന്നെ ആരും ഒന്നും ചോദിക്കണമെന്നില്ല കേട്ടോ. അഞ്ജലി മുത്തശ്ശി പറയണ്ട, പ്രീതി നീ വിഷമിക്കൊന്നും വേണ്ട, അവളുടെ ക്യാരക്ടർ അങ്ങനെയാണ്, എന്തോ നിന്നോട് വല്ലാത്തൊരു ദേഷ്യം തോന്നാൻ കാരണം ആകാശ് ഇപ്പൊ നിന്നെയാണല്ലോ ഒരുപാട് സ്നേഹിക്കണത്, അവളോടുള്ള ഇഷ്ടം കുറഞ്ഞല്ലോ, അതിന്റെ ഒരു ദേഷ്യമാണ് നിന്നോട്, സാരില്ല, കുഞ്ഞു കുട്ടിയല്ലേ, അവള് മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ആണെങ്കിൽ റൂമിലേക്ക് വന്നിട്ട് ആകെ അശ്വിന്റെ ഓർമ്മകൾ മാത്രം കേട്ടോ. അശ്വിൻ അവിടെ ഉള്ള പോലെയും അശ്വിൻ അവിടെ നടക്കണ പോലെയും ഇരിക്കണ പോലെ ഒക്കെ ശ്രുതിക്ക് തോന്നുവാണ്. പെട്ടെന്നാണ് ശ്രുതിക്ക് ആ ഓർമ്മ വരുന്നത്, ഈശ്വര, ഞാൻ അതിന്റെ അലമാന്റെ അടിയിൽ ഒളിപ്പിച്ച ആ പേപ്പർ
അവിടെ തന്നെ ഉണ്ടോ എന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ ശ്രുതി ആ ഒരു കബോർഡിന്റെ അടിയിൽ നോക്കുമ്പോഴേക്കും അവിടെ ഒന്നും തന്നെ കാണുന്നില്ല. ശ്രുതി ആകെ ടെൻഷനായി പോവാണ്. ശ്രുതി എല്ലായിടത്തും നോക്കുന്നുണ്ട്. ഈശ്വര, ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചത്, എന്നിട്ട് അത് എവിടെ പോയി എന്നൊക്കെ ആലോചിച്ച് ആകെ ടെൻഷനാവുന്ന ശ്രുതി വേഗം തന്നെ ശ്യാമിന്റെ അടുത്തേക്ക് പോവാണ്. ശ്യാം സാറേ, ആ പേപ്പർ എടുത്തിട്ടെങ്കിൽ അത് മര്യാദക്ക് താ, നിങ്ങൾ എന്തൊരു ചതിയനാണ്. അയ്യോ ശ്രുതി, ഞാനൊന്നും കണ്ടില്ല. നിങ്ങൾ കണ്ടു, നിങ്ങൾ അത് എടുത്തും ചെയ്തു. നിങ്ങളല്ലാതെ ആരാ പേപ്പർ എടുക്കാനാണ്? നിങ്ങൾ വല്ലാത്തൊരു കള്ളം തന്നെയാണ്. നിങ്ങൾക്ക് ആ പേപ്പർ കിട്ടിയിട്ട് നിങ്ങൾ മനഃപൂർവ്വം എയർപോർട്ടിൽ വരാതിരുന്നതാണ്. എന്റെ ശ്രുതി, സത്യമായിട്ട് എനിക്ക് അറിയില്ല. എന്തിനാ നിങ്ങൾ കള്ളത്തിന്റെ മുകളിൽ വീണ്ടും വീണ്ടും കള്ളം പറഞ്ഞത്? നിങ്ങൾ വല്ലാത്തൊരു വഞ്ചകനാണ്. നിങ്ങളെ കുറിച്ചുള്ള സത്യങ്ങൾ ഞാൻ അഞ്ജലി ചേച്ചിയെടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ പറയും. ഓഹോ, നീ പറയുമെങ്കിൽ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. പക്ഷെ നിന്റെയും അശ്വിന്റെയും ഈ ഒരു എഗ്രിമെന്റ് മാരേജിന്റെ കാര്യം ഞാനും അങ്ങോട്ട് പറയും എന്ന് പറയാണ്. അത് കേൾക്കുന്ന ശ്രുതിയാകെ തളർന്നു പോവാട്ടോ. അതിനുശേഷം ശ്യാം പറയുന്നുണ്ട്, നോക്ക്, നീ അഞ്ജലിയുടെ അടുത്ത് സത്യങ്ങളൊക്കെ പറഞ്ഞ അവൾക്ക് എന്താ സംഭവിക്കാന്ന് അറിയാവോ? അവൾക്ക് വയ്യാതെയാവും. അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. അത് നീ ആലോചിക്കണം. ആകെ ഒരു 3 മാസേ പ്രായ കുഞ്ഞായിട്ടുള്ളൂ. അതുകൊണ്ട് അവൾക്ക് എന്ത് സംഭവിച്ചാലും അത് കുഞ്ഞിനെയും ബാധിക്കും. അല്ല, നിനക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും സംഭവിക്കണമെന്നാണെങ്കിൽ നീ എന്താ വെച്ചാ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാം അവിടെ നിന്ന് പോവാണ്. ശ്രുതിയാണെങ്കിൽ പൊട്ടി കരഞ്ഞോണ്ടിരിക്കുകട്ടോ. അവിടേക്ക് അഞ്ജലി വരുന്നുണ്ട്. എന്താ ശ്രുതി, എന്താ നീ കരയണതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്യാം അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ശ്രുതി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച് എനിക്ക് മനസ്സിലായി, കുഞ്ഞൻ പോയപ്പോ നിന്നോട് പറയാതെ പോയി, അതിന്റെ വിഷമമല്ലേ നിനക്കെന്ന് പറയുമ്പോ ശ്രുതി വേഗം തന്നെ അഞ്ജലിനെ കെട്ടിപ്പിടിക്കുകയാണ്. അതേ ചേച്ചി, ഞാൻ എയർപോർട്ടിൽ പോയിരുന്നു. എനിക്ക് കുറെ കാര്യങ്ങൾ അശ്വിൻ സാറോട് പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. പക്ഷെ അശ്വിൻ സാർ ഒന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങ് പോയി. ഞാൻ പറയണത് ഒന്നും തന്നെ അശ്വിൻ സാർ കേട്ടില്ല ചേച്ചി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ്. അത് കേട്ടിട്ട് അഞ്ജലി പറയണ്ട്, ഇല്ല ശ്രുതി, അവൻ കേട്ടില്ലെങ്കിലും നിന്നെ അവൻ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. അവൻ പുറമെ പലതും കാണിക്കുന്നുണ്ടെങ്കിലും നിന്നെ അവന് ഒത്തിരി ഇഷ്ടമാണ് ശ്രുതി. അത് ഞങ്ങൾക്ക് മുമ്പേ തോന്നിയതാണ്. നിനക്കൊരു കാര്യം അറിയാവോ? നീ ഇവിടെ വന്നു തുടങ്ങിയപ്പോ തന്നെ അവന് ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു. അത് ഞാനും മുത്തശ്ശിയും മുമ്പേ പറയുമായിരുന്നു. നിങ്ങളുടെ ഇഷ്ടം പരസ്പരം അറിയണ മുമ്പ് ഞങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവൻ ഒരുപാട് നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതെ, സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കുറെ കാര്യങ്ങൾ അശ്വിൻ സാറിന്റെ സംസാരിക്കാനും പറയാനൊക്കെ ഉണ്ടായിരുന്നു. എന്നെ കൊണ്ട് ഒന്നും പറ്റിയില്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ്. അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതി, നിനക്ക് എന്തൊക്കെയാ കുഞ്ഞിനോട് പറയാനുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ ശ്രുതി ആകെ ഞെട്ടിപ്പോട്ടോ. ചേച്ചി എന്തൊക്കെയാ പറയണത്? അതെ, നീ കുഞ്ഞിനോട് എന്തൊക്കെയോ രഹസ്യങ്ങൾ പറയാൻ പോവാണെന്ന് പറഞ്ഞില്ലേ? അതെന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്നാ പറഞ്ഞത്. ചേച്ചിക്ക് എന്തറിയാന്നാ പറഞ്ഞത്? എനിക്കറിയാം, കുഞ്ഞിനെ നീ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവനില്ലാതെ നിനക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഇതൊക്കെയല്ലേ നീ അവനോട് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്? അവൻ വിഷമിക്കേണ്ട, അവന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഇതൊക്കെ തന്നെയല്ലേ നീ പറയാൻ ആഗ്രഹിച്ചതെന്ന് പറയുമ്പോ ശ്രുതി ആദ്യം ഒന്ന് എട്ടുന്നുണ്ടോ കേട്ടോ, ഈ ശ്യാമിന്റെ കാര്യം നീ അറിഞ്ഞിട്ടാണോന്ന്. പിന്നെ ശ്രുതിക്കൊന്ന് സമാധാനം ഉണ്ട്. അതെ, അത് തന്നെയാണ് ചേച്ചി എന്ന് പറയാണ്. സാരില്ല ശ്രുതി, അവൻ നാളെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരില്ലേ, നീ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞവൻ പിന്നെ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതിനെ സമാധാനിപ്പിക്കുകയാണ്. പക്ഷെ ശ്രുതിക്ക് ഒരു സമാധാനം ഇട്ടോ. ശ്രുതി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. പ്രീതി വന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി, നീ ഇങ്ങനെ വിഷമിക്കല്ലേ, അശ്വിൻ സാർ നാളെ കഴിഞ്ഞ് ഇങ്ങ് വരില്ലേ? അശ്വിൻ സാറുടെ എല്ലാ കാര്യങ്ങളും തുറന്നു സംസാരിക്കണം. ഞാനും സംസാരിക്കാം. ചേച്ചി, ഞങ്ങളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് പറയേണ്ടത് അയാൾ തന്നെയാ, ആ ശ്യാം. അയാൾ പറയാതെ അശ്വിൻ സാർ വിശ്വസിക്കില്ല. നമുക്ക് നോക്കാം ശ്രുതി, എന്തിനും വഴി ഉണ്ടാകും എന്ന് പ്രീതിയും പറയാട്ടോ. അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ ഏകദേശം നമ്മൾ ഇത്രയൊക്കെ തന്നെ കാണാൻ പോകുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ.